ചാവക്കാട് വനിതാ കൂട്ടായ്മയിൽ സുരേഷ് ഗോപി എത്തിയപ്പോൾ കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ തിരക്കണമെന്നും അതിനുശേഷം വേണം തീരുമാനമെടുക്കേണ്ടത് എന്നും സുരേഷ് ഗോപി വനിതാ കൂട്ടായ്മയോട് പറഞ്ഞു. നമസ്കാരം. ഞാനും കാത്തിരിക്കുകയായിരുന്നു. കാരണം അവര് കാലത്ത് പലയിടത്തും കൊണ്ടുപോയിട്ട് വഴിയിൽ ആളെത്തിയിട്ടില്ല. അതുകൊണ്ട് കുറച്ചേരം നമുക്ക് റോഡിൽ കിടക്കാമെന്ന് പറഞ്ഞ വണ്ടി റോഡിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാൻ അവർക്കിട്ട് തിരിച്ച് പണി കൊടുത്ത. അപ്പോ ഇലക്ഷൻ എത്തി. കഴിഞ്ഞ തവണയും കുറെ ഓടി നടന്നു. നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ വിജയത്തിലേക്ക് അവരെത്താൻ അനുവദിച്ചില്ല. ഇത്തവണ എല്ലാവരും വളരെ ശക്തമായി കൂടെ നിൽക്കണം. കൂടെ നിന്നാൽ കഴിഞ്ഞ 5 വർഷം പറ്റിയ അബദ്ധം പറ്റില്ല എന്ന് മാത്രം ആദ്യം ഞാൻ പറയുക. ഉറപ്പായിട്ടും ജയിപ്പിച്ചു വിട്ടാൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മുഴുവൻ ഗുണകരമാവുന്ന ഭരണ വികസന പ്രക്രിയയിൽ ഇടപെടുന്ന, കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു MP-യെ തൃശ്ശൂർ വഴി കേരളത്തിന് ലഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കണം കേട്ടോ. എന്തൊക്കെ പണികൾ നടന്നു എന്നുള്ളത് അന്വേഷിക്കണം. നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളുടെ എല്ലാം ബലം എന്താണ്? അത് ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ അവകാശമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള നിയമങ്ങളാണ് ശക്തമാക്കുന്നത്. പക്ഷെ അധിനിവേശ ശ്രമം ആ തരത്തിലുണ്ടാവുമ്പോൾ നമുക്ക് നിയമങ്ങളും അതനുസരിച്ച് പുതുതായി മാറി വരണം. അങ്ങനെയുള്ള നിയമങ്ങൾ ഇനിയും വരും. അത് പക്ഷേ ഇവിടെയുള്ള ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരെ തളർത്തുന്നതിനോ അല്ല, അവരെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള നിയമങ്ങൾ വരുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ തൊട്ടടുത്ത് കിടന്നത്, എനിക്കൊന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഈ 4 വരി പാതയിൽ നിന്ന് അകത്ത് വന്നോളൂ. പലയിടത്തും അത് 6 വരി പാതയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 78ാം വർഷം അല്ലെങ്കിൽ 76ാം വർഷം നമ്മൾ കണ്ടു തുടങ്ങിയ വികസനം അത് ഏതാണ്ട് 79ാം വർഷം അവസാനം ആവുമ്പോഴേക്കും നമ്മുടെ ഉപയോഗത്തിലേക്കും നമ്മുടെ ഗുണഭോഗത്തിലേക്കും വന്നെത്തിച്ചേരുന്ന ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണകർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ഇത്രയും കാലം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രക്രിയ, ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ അത്തരം വികസനം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു ഉന്നതനായ നേതാവിനോടൊപ്പം ചേരാനായി നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയക്കുന്നതിലെ യുക്തിയെ പറ്റി നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് ഉറച്ച തീരുമാനമെടുത്ത് വിജയശ്രീ ലാളിതനായി ഡൽഹിക്ക് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. നമസ്കാരം. ഒരുപാട് സാങ്കേതിക